ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാദോപാസനയുടെ 5ാമത്തെ ഒരു ഒത്തുചേരലാണിത്. കഴിഞ്ഞ ദീപാവലി ദിവസമാണ് നമ്മൾ ഇത് പോകുന്നത്. അപ്പം അതിൽ 3 ഒത്തുചേരൽ നമ്മൾ വിദ്യാർത്ഥികൾ തന്നെ പാടിയിരുന്നത്. ഒന്ന് ഡോക്ടർ നാരായണപ്രകാശിൻ്റെ ഒരു താളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. ഇത് 5ാമത്താണ്. ശരിക്കും നമുക്കറിയാം ഇത് മെയ് മാസം നടക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ പ്രകൃതി അന്ന് പ്രശ്നമാക്കിയത് കൊണ്ട് നമ്മളിപ്പം ഇങ്ങോട്ട് മാറ്റേണ്ടി വന്നതാണ്. ഈ നാദോപാസന എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഗ്രാം എന്ന രീതിയിലല്ല. ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മളത് വിഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പാടാനുള്ള ട്രെയിനിങ് കൊടുക്കുക, ഇതുപോലെ നല്ല കച്ചേരികൾ കേൾപ്പിക്കുക, പിന്നെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ നടത്തുക. ഇവിടെ സ്ഥലം പരിമിതമാണ്. പക്ഷെ സ്ഥലം പരിമിതമാണെങ്കിലും ഇതുകൊണ്ട് ഇഫക്റ്റ് കൂടുതലാണ്. കാരണം നമ്മൾ വലിയ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ഒരു ഹോസ്റ്റ് അതിൽ ചെയ്യുമ്പോഴും കൂടുതൽ നമുക്ക് പാർട്ടിസിപ്പേഷനും കൂടുതൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പറ്റാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അച്ചടക്കത്തോടുകൂടി ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കുക. ചെറിയ കുട്ടികൾ അവർക്ക് നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേജിൽ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് സ്റ്റേജിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം പിന്നെ ധാരാളം യൂട്യൂബിലും അതൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു പിന്നെ സദസ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെയധികം അത് മറ്റതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അപ്പം അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇങ്ങനത്തെ അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതാണ് പിന്നെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഇതൊരു ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, കാരണം ഇവരൊരു പ്രൊഫസറും കൂടിയാണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഞാൻ കച്ചേരിയുടെ ഫോമാറ്റ് ഒന്നും ഡിസ്റ്റർബ് ചെയ്യണ്ട. നിങ്ങൾക്ക് എന്താണോ അതിന് നടുവിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ അതൊരു വലിയ ഗുരുത്വമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ആദരണീയ ഗുരുനാഥൻ ടി വി പ്രകാശ് സാറിന്റെ നേതൃത്വത്തിൽ പ്രമുഖ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ നാദോപാസന എന്നുള്ള ഒരു ശാസ്ത്രീയ സംഗീത ശില്പശാല നടത്തിക്കൊണ്ടുവരികയാണ്. ഇതിപ്പം 5ാമത്തെ അധ്യായമാണ്. 3 അധ്യായത്തിൽ പലർക്കും ഇവിടെ പക്കമേളത്തോടൊപ്പം പാടാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. അന്ന് സപ്പോർട്ടായിട്ട് നമുക്ക് നമ്മുടെ കൊടപ്പള്ളി ഗോകുമാർ സാറും നാരായണപ്രകാശും സുപരിചിതനായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ അതിനുശേഷം നാരായണപ്രകാശ് സാറിന്റെ ഒരു മൃദംഗ ക്ലാസ് നടത്തിയിരുന്നു. ഇത് 5ാമത്തെ അധ്യായമാണ്. അപ്പം നമുക്ക് വളരെ ഭാഗ്യം ലഭിച്ചൊരു ദിവസമാണെന്ന്. ഇന്ന് ശാസ്ത്രീയ സംഗീതത്തിൽ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഇന്ന് അറിയപ്പെടുന്ന നമ്മുടെ കൊടപ്പള്ളി ഗോകുമാർ സാറിന്റെ സഹോദരി കൂടിയായിട്ടുള്ള ഡോക്ടർ ശ്രീമതി ശ്രീരഞ്ജനി കൊടപ്പള്ളിയാണ് നമുക്ക് വേണ്ടി കച്ചേരി നടത്താൻ വേണ്ടി എത്തിയിട്ടുള്ളത്. എല്ലാവരും മൊബൈൽ ഫോൺസ് ഒക്കെ ഒന്ന് സൈലന്റിലേക്ക് മാറ്റി വെക്കുക. ഇവിടെ ചെറിയ ഹാളായതുകൊണ്ട് തന്നെ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാതെ നമുക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം ഒരിക്കൽ കൂടി ഞാനും എല്ലാവരെയും ഇവിടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് ഈ കച്ചേരിയിലേക്ക് കിടക്കുന്നത് പരിചയപ്പെടാം. നമുക്ക് വേണ്ടി ഇവിടെ ഇന്ന് കച്ചേരി ആലപിക്കുന്നത് ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കൊടപ്പള്ളി ഗോകുമാർ സാറിന്റെ സഹോദരിയായിട്ടുള്ള ഡോക്ടർ ശ്രീമതി ശ്രീരഞ്ജനി കോടമ്പള്ളിയാണ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ A ഗ്രേഡ് ആർട്ടിസ്റ്റാണ് ഡോക്ടർ ശ്രീമതി ശ്രീരഞ്ജനി കോടമ്പള്ളി. എറണാകുളം മഹാരാജാസ് കോളേജിലെ സംഗീത വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. നമുക്ക് കൃത്യമായിട്ടുള്ള കയ്യൊരു കൊടുക്കുക. അടുത്തായിട്ട് വയലിൻ നമുക്ക് ഓൾറെഡി സുപരിചിതനാണ്, കോടമ്പള്ളി ഗോകുമാർ സാറാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചരിത്രാധ്യാപകനാണ്. കോടമ്പള്ളി ഗോകുമാർ സാറിനെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യാം. അടുത്തതായിട്ട് മൃദംഗത്തിൽ നമ്മോടൊപ്പം നിന്ന് ചേർന്നിട്ടുള്ളത് നമുക്ക് സുപരിചിതനായിട്ടുള്ള ഡോക്ടർ VR നാരായണപ്രകാശ് സാറാണ്. നാരായണപ്രകാശ് സാർ കോഴിക്കോട് LIC ഡിവിഷനിൽ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്. നാരായണപ്രകാശ് സാറെ നമുക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യാം. മുഖർശങ്ക് വായിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ആദരണീയനായ വെള്ളിക്കോത്ത് P. രാജീവ് ഗോപാൽ സാറാണ്. സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.
ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ പ്രമുഖ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. ഞാനിപ്പോഴാണ് അറിഞ്ഞത് ഹരിപ്പാട് KPN പിള്ള സാറിൻ്റെ ശിഷ്യനാണെന്ന്. അത് വലിയൊരു ശിഷ്യ പരമ്പരയാണ് അപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ജീവിച്ചിരിക്കുന്നവരിൽ വളരെ പ്രായം ചെന്ന അത്രയും സംഗീതത്തിൽ ജ്ഞാനമുള്ള പിള്ള സാറിൻ്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം നിങ്ങൾക്കൊക്കെ ആ ഒരു പാരമ്പര്യം ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ഭാഗ്യമാണ് സാറിൻ്റെ ശിഷ്യനിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നത്. പിന്നെ സാർ നേരത്തെ പറഞ്ഞു ഇതുപോലത്തെ ഒരു സദസ്സിൽ പാടാനാണ് നമ്മളെപ്പോഴും മ്യൂസിഷ്യൻസ് ആഗ്രഹിക്കുന്നത്. സംഗീതം പഠിക്കുന്നവർ, സംഗീതം അറിയാവുന്നവർ, അങ്ങനെയുള്ള ഇപ്പം എല്ലാ സദസ്സിലും ഇതുപോലെ സംഗീതം താല്പര്യമുള്ളവരുടെ മുന്നിലായിരിക്കണം എന്നില്ല നമ്മൾ പാടുന്നത്. അപ്പം ഇതിപ്പോൾ എല്ലാം സംഗീതം ഇഷ്ടപ്പെട്ട് അത് കച്ചേരി കേൾക്കാനായിട്ട് വരുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ഇരട്ടിയാണ്. പിന്നെ എല്ലാവരോടും എനിക്ക് കുട്ടികളോട് എപ്പോഴും പറയാനുള്ളത് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ കേൾവി ജ്ഞാനമാണ്. എത്രമാത്രം സംഗീതം കേൾക്കാൻ സാഹചര്യം ഇതുപോലെ ഡയറക്റ്റ് യൂട്യൂബിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്, എന്നാൽ പോലും നമ്മൾ അച്ഛനൊക്കെ എപ്പോഴും പറയാറുണ്ട് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ് കച്ചേരി ലൈവായിട്ട് തന്നെ കേൾക്കാൻ എവിടത്തെ സാഹചര്യം കിട്ടുന്നു അതെല്ലാം കേൾക്കുക. അത് കേൾവിജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം. മനോധർമ്മത്തിൻ്റെ കാര്യമായാലും നമ്മളൊരു രാഗം ഇപ്പോൾ ഭൈരവി എന്ന് പറയുന്ന രാഗം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഭൈരവി നിങ്ങൾ തനിയെ പാടും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. നമ്മൾ മനോധർമ്മത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ മാക്സിമം സംഗീതം കേൾക്കുക.